എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് അം അഹ് ഈ രണ്ടക്ഷരങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ പലർക്കും ഡൗട്ടുണ്ടാവും, അം അഹ് എന്നുള്ളത് ഹിന്ദി സ്വരാക്ഷരങ്ങളിൽ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. അം അഹ് എന്നുള്ളത് ഹിന്ദി സ്വരാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്നില്ല നമ്മൾ. കാരണം ഈ രണ്ടക്ഷരങ്ങൾ പറയുന്നതാണ് അയോഗവാഹ്. എന്താണ്? അയോഗവാഹ് എന്ന ഗണത്തിലാണ് ഈ രണ്ടക്ഷരങ്ങൾ വരുന്നത്. അയോഗവാഹ്. അയോഗവാഹ് എന്ന് പറയാൻ കാരണം ആ കെ ബിന യഹ് സംഭവ് നഹി ഹൈ. കാരണം ആയെ കൂടാതെ നമുക്ക് അം അഹ് എന്ന് പ്രൊണൗൺസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അയോഗവാഹ് എന്ന് പറയാൻ കാരണം. ഹിന്ദി സ്വരാക്ഷരങ്ങളിൽ അം അഹ് ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ കൂടി ഹിന്ദി മേ കിത്തനെ സ്വർ ഹോത്തെ ഹെ എന്ന് ചോദിച്ചാൽ നമ്മൾ 11 ആണ് പറയേണ്ടത്. ഇത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അം അഹ് എന്നീ അക്ഷരങ്ങൾക്ക് ഹിന്ദിയിൽ പറയുന്നത് പേരാണ് അയോഗവാഹ്. ന स्वरों की गणना में आते हैं और न വ്യഞ്ജനം की गणना में आते हैं. അപ്പോൾ സ്വരങ്ങളുടെ കൂട്ടത്തിലും വരില്ല, വ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിലും അം അഹ് എന്നീ അക്ഷരങ്ങൾ വരുന്നില്ല. അം അഹ് എന്നീ അക്ഷരങ്ങൾ എന്താണ്? അയോഗവാഹ് അക്ഷരങ്ങളാണ്. അയോഗവാഹ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ എന്ന അക്ഷരം കൂടാതെ ഈ രണ്ടക്ഷരങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അം അഹ് എന്നിവയെ നമ്മൾ അയോഗവാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? ഹിന്ദി അക്ഷരമാലയിൽ അം അഹ് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. ആ മുതൽ ഔ വരെയുള്ള അക്ഷരങ്ങളാണ് ഹിന്ദി സ്വരാക്ഷരങ്ങളിൽ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.